നമസ്കാരം. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. എക്വേറിയസ് ഇൻ ഫുൾ മൂൺ. ഈ ദിവസം എന്തെല്ലാം ബ്ലെസ്സിങ് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം. ഹാങ്ഡ് മാൻ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഒന്നും കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എടുത്തുചാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ വരുത്തും. അതുകൊണ്ട് ഒന്ന് നിർത്തി ചിന്തിച്ച് ഒരു പുതിയ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്ന വിധത്തിൽ നോക്കിക്കണ്ട് മുന്നോട്ട് പോവുക. അടുത്തത് 7 ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ കുറേ അവസരങ്ങൾ ജീവിതത്തിൽ തുറന്നു കിട്ടും എന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം എന്നാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. നല്ലത് തിരഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിയോടുകൂടി ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. 3 ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പണം സമ്പാദനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള യാത്രയ്ക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അതിനു വേണ്ടി പുറപ്പെടുവാനുള്ള ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ ഫോക്കസ് സക്സസ്സിലേക്ക് എത്തുവാൻ വേണ്ട തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കണം എന്നാണ് കാണുന്നത്. ദ വേൾഡ് എന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതചക്രം അവസാനിച്ച് ഒരു പുതിയ മാറ്റത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നു. റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമങ്ങളാണ് ഇത്രനാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് കാണുന്നത്. കാരണം ഇവിടെ ഒരു ഡാൻസിങ് ഗേളാണ് കാണുന്നത്. ആ വ്യക്തി മുന്നോട്ട് പോവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നിലെ പാസ്റ്റിലെ ഉള്ള വിഷമങ്ങളിൽ നിന്ന് നടന്ന് മുന്നോട്ട് നീങ്ങുന്നു എന്ന് കാണുന്നു. അതായത് നിങ്ങളുടെ ജീവിതം ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരുന്നതായി കാണുന്നത്. എന്ത് കാര്യങ്ങൾക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും അതേപോലെ കിട്ടേണ്ട സമയത്ത് തന്നെ യൂണിവേഴ്സ് അത് തരുമെന്ന വിശ്വാസത്തോടു കൂടി ഉറച്ചു പോകുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.